നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ടിപ്പുവിന്റെ ചരിത്രശേഷിപ്പുകൾ തേടി പുരാവസ്തു വിഭാഗം. പാലക്കാട് കൂറ്റനാട് പരിശോധന. തൃത്താലയിൽ മ്യൂസിയം സ്ഥാപിക്കണമെന്നാവശ്യം. കാസർഗോഡ് കൊടിയമ്മ പ്ലാന്റേഷനിൽ കാട്ടുപന്നി ശല്യം. കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിൽ കർഷകർ. പാലക്കാട് വാടാനാംകുറിശ്ശിയിൽ നഗരവനമൊരുങ്ങുന്നു. ഉദ്യാനം നിർമ്മിക്കുന്നത് വനം വകുപ്പ്. 25 ഏക്കറിൽ പദ്ധതി. പുതുവർഷത്തിൽ ജനങ്ങൾക്കായി തുറന്നു നൽകും. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കൂടല്ലൂർ ഗ്രാമം. മതിയായ പൊതുഗതാഗത സംവിധാനമില്ല. വെട്ടിച്ചുരുക്കിയ ട്രിപ്പുകൾ പുനഃസ്ഥാപിക്കാതെ KSRTC. വിശദമായി നോക്കാം. ടിപ്പുവിന്റെ ചരിത്രശേഷിപ്പുകൾ തേടി പുരാവസ്തു വിഭാഗം പാലക്കാട് തൃത്താലയിലെത്തി. കൂറ്റനാട് പള്ളിക്ക് സമീപമുള്ള കോട്ടയിൽ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നിരവധി ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തിയ തൃത്താലയിൽ മ്യൂസിയം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കൂറ്റനാട് പള്ളിക്ക് സമീപമുള്ള വലിയ പറമ്പിലാണ് കിടങ്ങും കൊത്തുപണികളുമുള്ള കല്ലുകളുമായി കോട്ട നിലകൊള്ളുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കുന്ന നിർമ്മിതികൾ ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്തെ ശേഷിപ്പുകളായാണ് ചരിത്രം പറയുന്നത്. പ്രദേശം സംരക്ഷിച്ച് ചരിത്രം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിലും പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ ചരിത്ര അധ്യാപകൻ ഡോക്ടർ രാജനും. കഴിഞ്ഞ മേയിൽ പദ്ധതി പ്രദേശം സന്ദർശിച്ച വേളയിൽ കണ്ടെത്തിയ ചില ശേഷിപ്പുകളും കൊത്തുപണികളുള്ള കല്ലും സ്ഥലത്തിനു ചുറ്റുമുള്ള വലിയ കിടങ്ങുകളുമെല്ലാം ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് ഉപയോഗിച്ചിരുന്നതായ സൂചനയായി കണക്കാക്കി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ടിപ്പുവും പടയാളികളും ഇവിടെ താമസിച്ചിരുന്നതായും അവരിൽ മരണപ്പെട്ടവരെ സമീപത്തെ പള്ളി ഖബറിൽ അടക്കം ചെയ്തിരുന്നു എന്നുമുള്ള വിവരങ്ങൾ ലഭിച്ചു. ശേഖരിച്ച വിവരങ്ങൾ വെച്ച് പുരാവസ്തു വകുപ്പുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിന്റെ ചാർജുള്ള ആതിര ആർ പിള്ളയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. നിരവധി നന്നങ്ങാടികളും ചരിത്രശേഷിപ്പുകളും ലഭിച്ച മണ്ണാണ് തൃത്താലയുടേത്. പന്തിരികുല പുരാവൃത്തവും കട്ടിൽമാടവും നിലകൊള്ളുന്ന ഇടമായ തൃത്താലയിലെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കൂറ്റനാട് വലിയ പള്ളിക്ക് തെക്ക് വശത്തായിട്ടുള്ള ഏകദേശം 1 ഏക്കറിൽ താഴെ ഉള്ള ഭൂമി ചാലിശ്ശേരി പഞ്ചായത്തിൻ്റെ വില്ലേജിൻ്റെ പരിധിയിലാണ് വരുന്നത്. കാരണം ടിപ്പു സുൽത്താൻ റോഡ് എന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രധാന പാതകൾ തന്നെ ടിപ്പു ഉണ്ടാക്കിയ പാതകളാണെന്ന് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല ആക്രമണങ്ങളും ടിപ്പു നടത്തിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നമുക്ക് കൃത്യമായ ഈ വാങ്മൊഴികളല്ലാതെ മറ്റ് ചരിത്രമായ രേഖകൾ വളരെ പരിമിതമാണ്. ചരിത്രശേഷിപ്പുകൾ മ്യൂസിയമായോ മറ്റോ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ തൃത്താലയിലെ ടൂറിസം മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും അന്വേഷണവും നടത്തി ചരിത്ര യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് ചരിത്രാന്വേഷകരും പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരും. ന്യൂസ് 18 പട്ടാമ്പി. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്ന വയനാട് വാഗേരി കൂടല്ലൂർ ഗ്രാമത്തിലേക്ക് മതിയായ പൊതുഗതാഗത സംവിധാനമില്ല. പ്രദേശവാസികൾ കൂടുതലായി ആശ്രയിച്ചിരുന്ന KSRTC ട്രിപ്പുകൾ കോവിഡിന് ശേഷം വെട്ടിച്ചുരുക്കിയതോടെയാണ് ജനജീവിതം താളം തെറ്റിയത്. 6 വർഷമായി മുടങ്ങിക്കിടക്കുന്ന KSRTC ട്രിപ്പ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കാണുന്ന KSRTC ബസ്സാണ് കൂടല്ലൂർ ഗ്രാമത്തിലേക്കുള്ള പ്രധാന പൊതുഗതാഗത മാർഗം. തുടക്കകാലത്ത് 8 ട്രിപ്പ് ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തിനു ശേഷം അത് 6ആയി വെട്ടിച്ചുരുക്കി. ഇതോടെ അതിരാവിലെയും വൈകുന്നേരവും പ്രദേശത്തേക്ക് വാഹന സൗകര്യവും ഇല്ലാതായി. വന്യജീവികളുടെ ആക്രമണം കൂടി വരികയാണ്. ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കൂടല്ലൂർ മേഖലയിലേക്ക് ഒരു ഓട്ടോറിക്ഷ വാഗേരി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വരാൻ കൂട്ടാക്കൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞാലേ ഒരു വണ്ടി ഇങ്ങോട്ട് വരുള്ളൂ. വെളുപ്പിന് കൂലിപ്പണിക്ക് പോകുന്നവർക്കും വിദ്യാർത്ഥികൾക്കും സമയത്ത് ബസ്സില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വാഹന സൗകര്യം ഇല്ലാത്ത കാരണത്താൽ പലരും ടൗണിൽ പോയുള്ള കൂലിപ്പണിയും നിർത്തി. 8:20 ഒരു ട്രിപ്പ് പോകുന്നത്. ഈ 8:20 ഇവിടുന്ന് പോയാൽ പണിസ്ഥലത്ത് എത്താൻ കഴിയില്ല, പണി നടത്താൻ. അപ്പോൾ ഓരോരുത്തർ പിന്നെ എന്ത് ചെയ്യും, കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷയ്ക്കൊക്കെ ആയി പോയിട്ടും ഒക്കെയാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ടിയാൽ വിളിച്ചാൽ പോലും വന്യമൃഗങ്ങളെ പേടിച്ച് വാഹനങ്ങളും എത്തില്ല. നേരത്തെ ഉണ്ടായിരുന്ന ട്രിപ്പുകൾ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. മണ്ഡലകാലം പകുതിയോടടുക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിൽ വീർപ്പുമുട്ടി ശബരിമല ഇടത്താവളമായ സത്രം. പമ്പയിലും നിലയ്ക്കലും തിരക്ക് വർദ്ധിച്ചതോടെ കാനനപാതയിലൂടെ സന്നിധാനത്തെത്താൻ കൂടുതൽ ആളുകൾ സത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിന് പോലുമുള്ള സൗകര്യങ്ങൾ ഇവിടെ പരിമിതമാണ്.
കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് വണ്ടിപ്പെരിയാർ സത്രത്തിൽ ഭക്തർക്കായി പരിമിതമായ ഒരുക്കങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മുമ്പ് സത്രത്തെ പ്രധാന ഇടത്താവളമായി ഉയർത്തുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. പമ്പയിലും നിലയ്ക്കലും തിരക്ക് വർദ്ധിച്ചതോടെ തീർത്ഥാടകർ കൂടുതലായി സത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിരി വയ്ക്കുന്നതിനായി 2 ഇടങ്ങൾ മാത്രമാണ് സത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ശൗചാലയ സൗകര്യങ്ങളും പരിമിതമാണ്. ദേവസ്വം ബോർഡിന്റെ ശൗചാലയങ്ങൾ ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. എല്ലാ വർഷത്തിന് പറഞ്ഞേക്കാളും വളരെ ദുരിതം പിടിച്ച ഒരു യാത്രയായിരുന്നു. ഇപ്പോഴും നമ്മളെ പത്തനംതിട്ട തൊട്ട് ഇങ്ങോട്ട് തന്നെ വണ്ടിയിലെല്ലാം ബ്ലോക്കായി പല വഴിയിൽ കിടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റായി. അങ്ങനെ നമുക്ക് പിന്നെ ഇന്ന് ദർശനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. 2:10 പോയി. 2 മണി വരെ ഇവിടെ നിന്ന് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുടുങ്ങി. ഇന്നിപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം സത്രത്തെ പ്രധാന ഇടത്താവളമാക്കുമെന്ന പഴയ പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുകയാണ് ദേവസ്വം മന്ത്രി. ഞാൻ ഇന്നലെ ഇടുക്കി കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനോടും പറഞ്ഞിട്ടുണ്ട്, അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടുക്കി കളക്ടർ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പ്രധാന ഇടത്താവളം ആക്കണം. ഇപ്പോൾ ഓരോ ഇടത്താവളങ്ങളെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇടത്താവളങ്ങളാക്കി അത് നമ്മുടെ സത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തും. ഇതുവരെ 24,373 പേരാണ് സത്രം വഴി കാൽനടയായി സന്നിധാനത്തെത്തിയത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ സത്രത്തിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സന്നിധാന യാത്ര അല്പം കടുപ്പമായേക്കും. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ രാമന്തളി പാലക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനം എങ്ങും എത്തിയിട്ടില്ല. വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഇവിടെ തൊഴിലെടുക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രധാന ഹാർബറുകളിലൊന്നായ രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട് തുറമുഖം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടായ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം പോലുമില്ല. വേലിയിറക്ക സമയത്ത് ബോട്ടുകൾ അടുപ്പിക്കാൻ കഴിയാത്തതാണ് തുറമുഖം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂടുതൽ സൗകര്യമുള്ള ശൗചാലയവും ഫിഷ് ലാൻഡിംഗ് സെന്ററിന് മേൽക്കൂരയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലക്കോട് ഹാർബറിന്റെയും ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെയും വികസനത്തിനായി തുക അനുവദിച്ചിരുന്നു. ഹാർബറിന്റെ സുരക്ഷയും ഇടത്തട്ടുകാരുടെ ചൂഷണവും അവസാനിപ്പിക്കാനുള്ള പദ്ധതികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തത്. പിന്നീടാണ് തീരദേശ സദസ്സിൽ കൂടുതൽ വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ വന്നത്. പാലക്കോട് ഹാർബർ നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ തീരസദസ്സിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല. ഹാർബർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കൈമാറി കിട്ടിയെങ്കിൽ മാത്രമേ നവീകരണം നടത്താനാകൂ എന്നാണ് വകുപ്പിന്റെ നിലപാട്. ന്യൂസ് 18 രാമന്തളി. നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായ മലപ്പുറം ചോലക്കാട് പുന്നത്തല വെട്ടിച്ചിറ റോഡ് യാഥാർത്ഥ്യമാകുന്നു. ട്രയൽ റൺ ആഘോഷകരമായി നടന്നു. മലപ്പുറം പുത്തനത്താണി പുന്നത്തലയിലെ നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു എല്ലാ വാഹനങ്ങൾക്കും സുഗമമായി സഞ്ചരിക്കാവുന്ന ഒരു റോഡ്. പ്രദേശത്തെ ആകെയുള്ള റോഡ് വീതിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. ആദവനാട് പഞ്ചായത്തിലെ 3ഓളം വാർഡുകളിലായി നിരവധി പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്കെല്ലാം ഈ വീതിയില്ലാത്ത റോഡ് ഏറെ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ഇതിനെല്ലാം പരിഹാരമായാണ് റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കിയത്. പ്രദേശത്തെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്താൻ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിക്കാറ്. റോഡിൽ ബസ് സർവീസ് നടത്തുന്നതോടെ ഇതിനും പരിഹാരമാകും. ഒരു ബൈപ്പാസ് എന്ന നിലയിൽ വെട്ടിച്ചിറയിലേക്ക് പോകാൻ ഏറ്റവും വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റോഡായിട്ട് ഈ റോഡ് മാറും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഈ റോഡ് വീതി കൂട്ടി ഒരു വലിയ റോഡാക്കിയിട്ട് മാറ്റാനുള്ള ശ്രമം ഉണ്ടായത്. ദൈവാനുഗ്രഹത്താൽ അത് സാധ്യമായിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും ഇവിടുത്തെ മറ്റുള്ള ആളുകളും. ബസ് സർവീസിന്റെ ട്രയൽ റൺ ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. പൂർണ്ണമായും റോഡ് ഗതാഗത യോഗ്യമാകുന്നതോടെ പുതിയ വാണിജ്യ സാധ്യതകളും പ്രദേശത്തുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരൂർ. അരുവിക്കരയിൽ റോഡ് തകർന്ന് അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ ഇടപെടുന്നില്ല എന്ന് പരാതി. നെടുമങ്ങാട് പട്ടണത്തെ ബന്ധിപ്പിക്കുന്ന അരുവിക്കര വെളനാട് റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. അരുവിക്കര ജലസംഭരണി മുതൽ കുളക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വരെയുള്ള റോഡാണ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നത്. റോഡ് നവീകരിക്കുന്നതിനു വേണ്ടി റോഡിന്റെ വശങ്ങളിൽ മെറ്റലുകൾ ഇറക്കിയിട്ട് മാസങ്ങളായിട്ടും പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നിത്യേന നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിന്റെ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്.
അരുവിക്കര മുതൽ റോഡിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വെമ്പന്നൂർ ജംഗ്ഷന് സമീപത്തെ വളവിൽ മെറ്റലുകൾ ഇളകി രൂപപ്പെട്ട കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് അപകടങ്ങൾ പതിവാവുകയാണ്. ശാന്തിനഗർ ശങ്കരമുഖം LP സ്കൂളിന് സമീപം കണ്ണേറ്റുനട ജംഗ്ഷൻ, വാളിയറ തുടങ്ങിയ സ്ഥലങ്ങളിൽ റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വെള്ളനാട്ടിൽ നിന്നും അരുവിക്കര, വട്ടിയൂർക്കാവ്, പേരൂർക്കട, കരകുളം, വഴയില, കാച്ചാണി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡാണിത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അമിതഭാരം കയറ്റിയ ടിപ്പറുകളടക്കമുള്ള വാഹനങ്ങളുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയെങ്കിലും ആക്സിഡന്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ റോഡ് നിർമ്മാണത്തിൽ ഓടയില്ലാത്തതാണ് വിഷയം. ഈ സ്വകാര്യ വസ്തുക്കളുടെ വെള്ളം ഉൾപ്പെടെ ഈ റോഡിലേക്ക് ഇറങ്ങി വന്ന് ഈ റോഡ് കുത്തൊലിച്ചു പോകുന്ന ഒരവസ്ഥ വളരെ ദയനീയമാണ്. ഈ യാത്ര എത്രയെങ്കിലും ആൾക്കാർ, 2 വീലർ യാത്രക്കാർ വന്ന് വീണഴിച്ചു പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ വളരെ അപകടകരമായ ഒരു യാത്രയാണ്. ഇപ്പോൾ ശേഷം കുറേ മെറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് അപ്പുറത്തിട്ടിട്ടുണ്ട്. അത് ആ മെറ്റിൽ തന്നെ ഇപ്പോൾ റോഡിലേക്ക് വീണ് ബൈക്ക് യാത്രക്കാർ തെന്നി വീണൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ റോഡിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒരു യാത്രക്കാരനെന്ന നിലയിലേക്ക് എനിക്ക് പറയാനുള്ളത്. റോഡിലെ വലിയ കുഴികൾ കാരണം ഇതുവഴി ഓട്ടോറിക്ഷകൾ പോലും സവാരി വരാൻ വിസമ്മതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം കുഴികളിൽ മലിനജലം നിറയുകയാണ്. വാഹനങ്ങൾ പോകുമ്പോൾ സമീപത്തെ വീടുകൾക്കുള്ളിലും കച്ചവട സ്ഥാപനങ്ങളിലും മലിനജലം തെറിക്കുന്നത് പരിസരവാസികളെയും വ്യാപാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികളും നാട്ടുകാരും. ന്യൂസ് 18 അരുവിക്കര. പാലക്കാട് വാടാനംകുറിശ്ശിയിൽ നഗരവനം ഒരുങ്ങുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് 25 ഏക്കറിൽ ഉദ്യാനം നിർമ്മിക്കുന്നത്. 1-ാം ഘട്ടം പൂർത്തിയാക്കി പുതുവർഷത്തിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. നഗരവനത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ള ഈ നിർമ്മിതി കടന്നു ചെല്ലുന്നത് വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞയിടത്തേക്കാണ്. അതിനുള്ളിലെത്തിയാൽ കാട്ടിലൂടെ നടക്കാം, പുൽത്തകിടിയിലിരിക്കാം, പ്രകൃതിയെ വേണ്ടുവോളം ആസ്വദിക്കാം. അങ്ങനെ വൈകുന്നേരങ്ങളെ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാനുള്ള ഉദ്യാനമാണ് ഇവിടെ ഒരുങ്ങുന്നത്. വനം വകുപ്പ് ഒറ്റപ്പാലം റേഞ്ചിന്റെ നേതൃത്വത്തിൽ വാടാനാംകുറിശ്ശി ചുവന്ന ഗേറ്റിലാണ് നഗരവനം എന്ന പേരിൽ പാർക്കും ഉദ്യാനവും നിർമ്മിക്കുന്നത്. കാടിനെ അറിഞ്ഞുള്ള നടത്തം, കുട്ടികളുടെ പാർക്ക്, ചെക്ക് ഡാം, പാറക്കെട്ടുകൾ, വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് പാർക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനായി പ്രദേശത്തെ 25 ഏക്കർ റിസർവ് വനത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 50 ലക്ഷം രൂപ ചിലവിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി പുതുവർഷത്തിൽ തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഷൊർണൂർ നഗരവനം എന്നുള്ളൊരു പദ്ധതി പ്രദേശത്താണ്. ഇത് ഏകദേശം 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പാത, ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ ജിം, വാച്ച് ടവർ, സൈക്കിൾ ട്രാക്ക്, അങ്ങനെ പല വ്യത്യസ്ത പദ്ധതികൾ ഈ പാർക്കിൽ ഒരുങ്ങുന്നുണ്ട്. പ്രശസ്ത ശില്പി സുരേന്ദ്ര കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ. ഇവിടെ നഗരവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കാണ് വരുന്നത്, കുട്ടികളുടെ ഒരു പാർക്ക്. അതിൻ്റെ മെയിൻ കവാടമാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഇവിടെ ഒരു വാട്ടർഫാളാണ് ചെയ്യുന്നത്. അടുത്ത മാസം ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നക്ഷത്രവനം, ബട്ടർഫ്ലൈ ഗാർഡൻ, അശോകവനം, ഔഷധ സസ്യോദ്യാനം, ബാംബു ഗാർഡൻ എന്നിവയ്ക്ക് പുറമെ ഓപ്പൺ ജിം, എക്കോ ഷോപ്പ്, ക്യാൻറ്റീൻ എന്നിവയും സജ്ജമാക്കാനാണ് വനം വകുപ്പ് ലക്ഷ്യമിടുന്നത്. നിലവിൽ കവാടം, ബാത്റൂം, ടിക്കറ്റ് കൗണ്ടർ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. CSR ഫണ്ടുകൾ ലഭ്യമാക്കി പൊതുജനങ്ങൾക്ക് ഉല്ലസിക്കാനും മറ്റും കൂടുതൽ സൗകര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി ബെല്ലടിച്ചാൽ ഓട്ടോ വിളിപ്പുറത്തെത്തും. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിലെ ബസ് സ്റ്റോപ്പിലാണ് ബെല്ലടിച്ചാൽ ഓട്ടോറിക്ഷ എത്തുക. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടന്ന് ഓട്ടോറിക്ഷ വിളിക്കാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് ഓട്ടോ സ്റ്റാൻഡിന് മറുവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഓട്ടോ തൊഴിലാളികൾ ബെല്ല് സ്ഥാപിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണത്തിന് ശേഷം നെല്ലിക്കാമ്പറമ്പ് റോഡിന് വീതി കൂടി. ഇരുവശങ്ങളിലുമുള്ള ബസ് സ്റ്റോപ്പുകളുടെ അകലവും വർദ്ധിച്ചു. മുക്കം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളിൽ നെല്ലിക്കാമ്പറമ്പിൽ ഇറങ്ങുന്നവർക്ക് ഓട്ടോറിക്ഷ ലഭിക്കണമെങ്കിൽ ഏറെ തിരക്കേറിയ സംസ്ഥാന പാത മുറിച്ചു കടക്കണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് വലിയ പ്രയാസമായി. മാത്രമല്ല അപകടങ്ങൾക്കും വഴിവെച്ചു. തുടർന്നാണ് നെല്ലിക്കാപ്പറമ്പിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ട്രാക്കിന് എതിർവശമുള്ള ബസ് സ്റ്റോപ്പിൽ ബെല്ല് സ്ഥാപിച്ചത്. ബെല്ലമർത്തിയാൽ ഓട്ടോറിക്ഷ സ്റ്റോപ്പിലെത്തും. ബെല്ല് വെച്ചതുകൊണ്ട് എന്താ സുഖം വെച്ചാൽ ഇവിടെ പെട്ടെന്ന് ബെല്ല് അവിടെ കേൾക്കും. അത് അവരതിനനുസരിച്ച് ഓട്ടോ അവിടെ വന്നിട്ട്
ഈ ഭാഗത്ത് തന്നെ നിർത്തിയിട്ട് കയറ്റി പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് എല്ലാ നാട്ടിലും ഒരു മാതൃക ആക്കണം. എളുപ്പമാണ് പോകാനൊക്കെ. നമുക്ക് അവിടെ റോഡ് കടന്ന് ഓട്ടോ വിളിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. തിരക്കേറെ ഇടത്തെ ഇത്തരത്തിലുള്ള സൗകര്യം ഏറെ പ്രയോജനകരമാണെന്ന് യാത്രക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ യാത്രക്കാർക്ക് അങ്ങോട്ട് കാണാനും ചിലപ്പോൾ വണ്ടികളൊക്കെ വരുമ്പോഴോ അല്ലെ വണ്ടി നിർത്തിയിട്ട അവസരങ്ങളിൽ അങ്ങോട്ട് കാണാനുള്ള ബുദ്ധിമുട്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഇതിനോട് കുറേ ആളുകൾക്ക് ഉപയോഗമുണ്ട്. കാരണം നമ്മുടെ ബെല്ലടിച്ച ആ സമയത്ത് ഞങ്ങൾക്ക് ശ്രദ്ധ വരും. പ്രത്യേകിച്ച് സ്ത്രീകളായ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നൈറ്റ് ആയാലും അത്യാവശ്യ ഘട്ടങ്ങളിലായാലും ഒരു ബെല്ലടിച്ച ഓട്ടോ വരിക എന്നുള്ളത് വളരെ നല്ലതാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളും വച്ചുപിടിപ്പിച്ച് ഓട്ടോ ട്രാക്ക് മനോഹരമാക്കിയിട്ടുണ്ട്. ഒപ്പം പാഷൻ ഫ്രൂട്ട് കൃഷിക്കും ഒരുങ്ങുകയാണ് നെല്ലിക്കാപ്പറമ്പിലെ ഈ മാതൃകാ ഓട്ടോ ഡ്രൈവർമാർ. ന്യൂസ് 18 കാരശ്ശേരി. കാസർഗോഡ് ജനവാസ കേന്ദ്രമായ കൊടിയമ്മ പ്ലാന്റേഷനിൽ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി കാട്ടുപന്നിക്കൂട്ടം. പന്നിശല്യം കാരണം പ്രദേശത്തെ കർഷകർ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ്. കുമ്പള കൊടിയമ്മയിലും പരിസര പ്രദേശങ്ങളിലും പന്നിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ മൈതാനത്തിന് സമീപം പന്നിയെ കണ്ടതോടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഭയന്നോടി. കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ റോഡിലാണ് കാട്ടുപന്നിയെ കണ്ടെത്തിയത്. അവശനിലയിലായ പന്നിയെ പിന്നീട് വനം വകുപ്പ് അധികൃതർ എത്തി പിടികൂടി. കൊടിയമ്മയിലെ മദ്രസ അധ്യാപകൻ പന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ കശുമാവിൻ തോട്ടത്തിനകത്ത് തമ്പടിക്കുന്ന പന്നിക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി വിതയ്ക്കുകയാണ്. അതിവിടെ കൊടിയമ്മയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു 16 ഏക്കർ സ്ഥലത്ത് മറ്റേ കാറ്റാടി മരവും കശുവണ്ടിൻ്റെ മരമെല്ലായിട്ടുള്ളൊരു കാട് കിടക്കുന്നുണ്ട്. അത് ഒരുപാട് വർഷമായിട്ട് അത് കൊത്തണോ അത് ലേലം വിളിച്ച് കൊടുക്കണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ പഞ്ചായത്തിൻ്റെ നടപടിയിലേക്ക് നീങ്ങിയിട്ടുമില്ല. അത് വെറുതെ ഇങ്ങനെ കാട് ഒരു ജനവാസ കേന്ദ്രത്തിലുള്ള ഒരു കാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ മദ്രസകൾ 2-3 മദ്രസയിലേക്ക് ഈ കാട്ടിൽ കൂടെയാണ് കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴി. പ്രദേശത്തെ കർഷകരും പന്നിശല്യം കാരണം കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. നിരവധി വളർത്തുമൃഗങ്ങളെയും കാട്ടുപന്നി ആക്രമിച്ചിട്ടുണ്ട്. പലവട്ടം പഞ്ചായത്ത് അധികാരികളെ അറിയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര പെരുങ്കുളത്ത് പുസ്തകങ്ങൾ കത്തിച്ചു. ബാപ്പുജി വായനശാലയുടെ പുസ്തക സ്തൂപത്തിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളാണ് കത്തിച്ചത്. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരുങ്കുളം പുസ്തക ഗ്രാമത്തിലെ പുസ്തകങ്ങളാണ് കത്തിച്ചത്. പ്രഭാത സവാരിക്കായി എത്തിയ നാട്ടുകാരാണ് പുസ്തകങ്ങൾ കത്തിച്ചതായി കണ്ടെത്തിയത്. ആർക്കും എപ്പോഴും എടുത്ത് വായിക്കാൻ കഴിയുന്ന വിധമായിരുന്നു പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്നത്. സാമൂഹ്യ വിരുദ്ധരാകാം പുസ്തകങ്ങൾ നശിപ്പിച്ചതെന്ന് ബാപ്പുജി വായനശാല പ്രവർത്തകർ പറയുന്നു. സ്തൂപത്തിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ 2 തട്ടിലായി നിറയെ വെച്ചിരുന്ന വളരെ വിലപിടിപ്പുള്ളതും വളരെ നല്ല പുസ്തകങ്ങളുമായിരുന്നു. ആ പുസ്തകങ്ങൾ ഇന്നലെ രാത്രി ഏതോ നരാധമന്മാർ, അക്ഷരവിരോധികൾ അത് വാരി വലിച്ചു കീറി കളയുകയും ബാക്കിയുള്ള പുസ്തകങ്ങൾ 2 സ്ഥലത്തായി കൂട്ടിയിട്ട് കത്തിച്ച ഒരു കാഴ്ച നമുക്ക് രാവിലെ കാണാൻ പറ്റി. ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ച് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സഹിക്കാൻ പറ്റുന്നതായ ഒരു പ്രവൃത്തിയല്ല. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വായനശാല കമ്മിറ്റി തയ്യാറാണ്. അതിന് വേണ്ടുന്ന പ്രാഥമിക നടപടികൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 2 വർഷമായി പുസ്തക സ്തൂപം സ്ഥാപിച്ചതോടെ ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുസ്തക സ്തൂപത്തിന്റെ ലോഗോ തകർക്കുകയും കണ്ണാടിക്കൂടിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങൾ കത്തിച്ചു കളയുകയുമായിരുന്നു. മുൻപ് പുസ്തക സ്തൂപത്തിന് ചുറ്റും മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്തി വായനശാല പ്രവർത്തകർ മാലിന്യങ്ങൾ തിരികെ എടുപ്പിച്ചിരുന്നു. പകരം നെല്ലിമരം നടിയിക്കുകയും ഗാന്ധിജിയുടെ ആത്മകഥ നൽകുകയും ചെയ്തിരുന്നു. പുസ്തകം നശിപ്പിച്ചവരെ കണ്ടെത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കൂട്ടസ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധം. മഞ്ചേരി നഗരസഭ UDF കൗൺസിലർമാർ മലപ്പുറം DMO ഓഫീസ് ഉപരോധിച്ചു. നവംബർ 27-നാണ് മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് 12 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയത്. ഇത് ജനറൽ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണ് എന്ന് UDF ആരോപിച്ചു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേരി നഗരസഭ UDF കൗൺസിലർമാർ മലപ്പുറം DMO ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം മഞ്ചേരി MLA UA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിതച്ചും വിളവെടുത്തും സദ്യയുണ്ടാക്കി തിരുവനന്തപുരം പാലോട് NSS ഹൈസ്കൂളിലെ കുട്ടികൾ. പെരിങ്ങമല നോർത്ത് പാടശേഖരത്തിൽ കൃഷി ചെയ്ത നെല്ല് മെതിച്ച് അരിയാക്കുകയായിരുന്നു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി.
നോർത്ത് പാടശേഖരത്തിൽ പാലോട് NSSലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നിറക്കിയ കൃഷിയിൽ നിന്ന് ലഭിച്ച മട്ടത്രിവേണി എന്ന അരി കൊണ്ട് കുട്ടികൾക്ക് ഇന്ന് സദ്യ നൽകുകയാണ്. ഈ സംരംഭത്തിന് നേതൃത്വം വഹിച്ചത് നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ അഭിജിത്ത് ശേഖറാണ്. അതിന് സകല പിന്തുണയും നൽകി എല്ലാ അധ്യാപകരും കുട്ടികളും PTA അംഗങ്ങളും അദ്ദേഹത്തോടൊപ്പം ഒത്തുചേർന്നപ്പോൾ ഇതൊരു മികച്ച ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. ഇടുക്കി ചിന്നാർ മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ചിന്നാർ അണക്കെട്ടും പരിസരവും മോടി പിടിപ്പിച്ച് വിനോദസഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. അവികസിത മേഖലയായ മങ്കുവ ഗ്രാമത്തിന്റെ വികസനത്തിന് ചിന്നാർ പദ്ധതി പ്രയോജനപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ചിന്നാർ പുഴയിൽ മങ്കുവയ്ക്ക് സമീപമാണ് ചിന്നാർ അണക്കെട്ട് പൂർത്തിയായത്. 26 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള വൈദ്യുതി നിലയം സ്ഥാപിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി 150 മീറ്റർ നീളവും 15 മീറ്റർ ഉയരവുമുള്ള ജലസംഭരണി നിർമ്മിച്ചു കഴിഞ്ഞു. 95 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിയുടെ അണക്കെട്ട് പൂർത്തിയായപ്പോൾ 89 കോടി രൂപ മാത്രമാണ് ചിലവായത്. 3.2 കിലോമീറ്റർ ദൂരത്തിൽ ടണൽ നിർമ്മിച്ച് പവർ ഹൌസുമായി ബന്ധപ്പെട്ട അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. ഡാം പൂർത്തിയായതോടെ നിരവധി പേരാണ് ഇവിടെ സന്ദർശകരായി എത്തുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി ഈ KSEB നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിൽ ആൾക്കാർ വരികയും കാണുകയൊക്കെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു വിനോദസഞ്ചാരത്തിന്റെ സാധ്യത തെളിയുകയാണ്. അവികസിതമായ ഈ മങ്കുവ ഗ്രാമത്തിൽ ഇത്തരം ഒരു ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാമിൽ വിനോദസഞ്ചാരികൾക്ക് കൂടി വരികയാണെങ്കിൽ ഇവിടെ ഒരു വികസിത ഗ്രാമമാകാൻ സാധ്യതയുണ്ട്. ഡാമിന്റെ ഇരുകരകളും ഉൾപ്പെടുന്ന പ്രദേശം കെട്ടി സംരക്ഷിക്കുകയും പൂന്തോട്ടം വച്ചുപിടിപ്പിക്കുകയും വിശ്രമ സങ്കേതവും ഡാമിൽ പെഡൽ ബോട്ട് സംവിധാനവുമൊക്കെ ഒരുക്കിയാൽ നിരവധി പേരെ ഇവിടേക്ക് ആകർഷിക്കാനാകും. പൊതുവെ അവികസിത മേഖലയായ കൊന്നത്തടി മങ്കുവ പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് ചിന്നാർ ഡാമും പരിസരവും പ്രയോജനപ്പെടുത്താൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ചിന്നാർ. കൊല്ലം തെന്മല ഒറ്റയ്ക്കൽ ലുക്കൌട്ടിൽ സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്രാഥമിക സൗകര്യം പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് തെന്മല ഒറ്റക്കൽ ലുക്കൌട്ട്. കൊല്ലം തിരുമംഗലം പാതയോരത്ത് ഒറ്റക്കല്ലിൽ 200 അടി താഴ്ചയിൽ ജില്ലയിലെ ഏറ്റവും വലിയ ജലവിതരണ സംവിധാനമായ കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഇടത് വലതുകര കനാലുകളുടെ ജലസംഭരണി കാണാമെന്നതാണ് പ്രത്യേകത. നിബിഡമായ മലനിരകൾക്കിടയിലെ വെള്ളക്കെട്ടും വെള്ളച്ചാട്ടവും ഇതിലൂടെ നടന്ന് ആസ്വദിക്കാൻ കഴിയുന്ന നിലയിലുള്ള പാലവുമൊക്കെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. നിരവധി പേരാണ് ഈ കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുന്നത്. ഇത് നല്ലൊരു ടൂറിസം മേഖലയാണ്. ഇത് സംഭവം ഇവിടെ ഒരു സേഫ്റ്റിയും ഇല്ല, കാര്യങ്ങളും ഇല്ല. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂം സൗകര്യമോ അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടൊരു ബെഞ്ചോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. വെച്ചാൽ ഇത് സംഭവം കേരള സർക്കാർ ഇത് നല്ല രീതിയിലൊന്ന് ഒരു പരിഗണിച്ച് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. 27 വർഷം മുൻപ് അന്നത്തെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയായിരുന്ന ബേബി ജോൺ ആണ് ഇവിടുത്തെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത് പവലിയൻ നിർമ്മിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ ഇറിഗേഷൻ വകുപ്പോ PWDയോ ശ്രദ്ധിച്ചിട്ടില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദിനംപ്രതി 100 കണക്കിന് സന്ദർശകരെത്തുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ന്യൂസ് 18 തെന്മല. അരനൂറ്റാണ്ടോളം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ തമിഴ് സിനിമകൾ എത്തിച്ച ഗായത്രി ഫിലിംസ് ഉടമയുടെ കുടുംബം കടക്കെണിയെ തുടർന്ന ദുരിതത്തിൽ. പാലക്കാട് സ്വദേശിയായ ധനവും കുടുംബവുമാണ് പാലക്കാട് വാടക വീട്ടിൽ ദുരിതം പേറി കഴിയുന്നത്. 1974 പുറത്തിറങ്ങിയ രജനികാന്ത് കേന്ദ്ര കഥാപാത്രമായ 1000 ജന്മങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഗായത്രി ഫിലിംസിന്റെ അരങ്ങേറ്റം. പാലക്കാട് താരേക്കാട് സ്വദേശികളായ സുബ്രഹ്മണ്യവും ഭാര്യ ധനവുമായിരുന്നു വിതരണക്കാർ. 2018 വിജയ് സേതുപതിയുടെ സംഘത്തമിഴനായിരുന്നു ഗായത്രി ഫിലിംസ് അവസാനമായി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം. ഇതിനിടെ ബിസിനസ് പങ്കാളിയായി എത്തിയ സുഹൃത്ത് കോടികൾ വെട്ടിച്ചു മുങ്ങിയതോടെയാണ് കുടുംബം കടക്കെണിയിലായത്. ധനത്തിൻ്റെ മകൻ അജയകുമാറും കരുണ ഫിലിംസ് എന്ന പേരിൽ വിതരണ കമ്പനി നടത്തിയിരുന്നു. പലയിടത്തായി 5 വീടുകളുണ്ടായിരുന്നു ഈ കുടുംബത്തിന്.
ഇപ്പോൾ താരേക്കാട് ചെറിയൊരു വീട്ടിൽ വാടകയ്ക്ക് കഴിയുന്നു. അജയകുമാറിന്റെ ഭാര്യ സുജയയുടെ 2 വൃക്കകളും തകരാറിലായെങ്കിലും ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. അയാൾ തമിഴ്നാട്ടുകാരനാണ്. അയാൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. എല്ലാ ഭാഗത്തും പൈസ വാങ്ങിച്ചു കൊടുത്തു. ഒരു ദിവസം രാത്രി നമ്മളുടെ അടുത്ത് തന്നെ പറയാണ്ട് നമുക്കൊന്നും കൊടുക്കാണ്ട് അയാൾ മുങ്ങി. പിന്നെ അസോസിയേഷനിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ ചോദിക്കും. ഒരു ലെറ്ററും ഇല്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ചെയ്തത്. അത് നമ്മളെ ഒരുപാട് നഷ്ടപ്പെടുത്തി. നമ്മുടെ കുടുംബം വഴിയാധാറാക്കിയിട്ട് പോയി. 40 ലക്ഷത്തോളം രൂപ ഇപ്പോൾ കടമുണ്ട്. കുടുംബത്തിനോട് പിണങ്ങി സുബ്രഹ്മണ്യം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം. ധനവും മകനും മരുമകളും ചെറുമകളുമാണ് പാലക്കാടുള്ളത്. പേരക്കുട്ടിയുടെ പഠനത്തിന് പോലും പണമില്ലാത്തതിൻ്റെ ദുഃഖം ധനത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ലോട്ടറി വിൽപ്പന നടത്തിയും ഇഡ്ഡലി കച്ചവടം നടത്തിയുമൊക്കെയാണ് അജയകുമാർ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ മരുമകളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെങ്കിലും നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ഈ കുടുംബം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രഭാത കേരളത്തിൽ രഞ്ജിത്ത് എത്തും. ഈ പരിപാടി